ഹലോ, അസ്സലാമു അലൈക്കും. ബാക്കി വന്ന ചോറും കുറച്ച് പാൽപ്പൊടി കൂടി ചേർത്ത് നമുക്ക് ഉഗ്രൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുട്ടികൾക്ക് വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല, വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി കറി കൂട്ടി കഴിക്കണവർക്ക് അങ്ങനെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇതുപോലെ ഒരു ബൗള് പാൽപ്പൊടിക്ക് ഒരു ബൗള് ചോറിന് അര ബൗള് പാൽപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഏത് പാത്രത്തിലാണോ നിങ്ങൾ പാൽപ്പൊടി ചോറെടുക്കുന്നത് ആ പാത്രത്തിലാണ് കേട്ടോ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അളന്നെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാൻ ഒരു പാത്രം ചോറിന് അരപ്പാത്രം പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അര ബൗള് വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ അര ബൗള് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. വെള്ളം കൂടി പോവണ്ട, അര ബൗൾ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ല പേസ്റ്റ് പോലെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വലിയൊരു ബൗളിലേക്ക് മാറ്റാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ചില റെസ്റ്റോറൻറ്റിൽ ഹോട്ടലിൽ നിന്നൊക്കെ നമുക്ക് ഇത് മേടിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ 2 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. മൈദയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, ഗോതമ്പ് പൊടി ആകുമ്പോൾ ഹെൽത്തിയാണ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇടയ്ക്കൊക്കെ നമുക്ക് മൈദ വെച്ചിട്ടും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. എപ്പോഴൊന്നും നമ്മൾ മൈദ ഉപയോഗിക്കണില്ലല്ലോ. അപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ കൈ വെച്ച് നല്ലോണം മിക്സാക്കി എടുക്കുക. 1 ബൗള് ചോറിന് 1 ബൗള് 2 ബൗള് മൈദയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് 4 കപ്പ് മൈദ വരും നമ്മളെടുത്തത് ആണെങ്കിൽ, കപ്പിനാണെങ്കിൽ കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കൂട്ടി എടുക്കുന്നുണ്ട്. ഇത് കൂടുതൽ നേരം ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചോറ് ചേർത്തുകൊണ്ട് ഇത് നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. നമുക്ക് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ഹാർഡ് പോലെയൊക്കെ ഉണ്ടാവും. എന്നാലും നമ്മളിതൊന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് 1 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഓപ്ഷനിലാണ്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റും കിട്ടും. അതല്ല നിങ്ങൾക്ക് ഓയിലാണെന്ന് വെച്ചാൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. 1 മിനിറ്റ് കുഴച്ചാൽ മതി, കൂടുതൽ നേരമൊന്നും കുഴച്ചെടുക്കണ്ട. ഇതൊന്ന് നല്ലോണം സെറ്റായി വരുവോളം കുഴച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഈ പാത്രത്തിൽ തന്നെ വെക്കുകയാണ്. കുറച്ച് ഓയിൽ തടവി കൊടുക്കുക കേട്ടോ. ഒന്ന് മേൽഭാഗം ഹാർഡായി പോവാണ്ടിരിക്കാനാണ്. ഇപ്പോൾ ഇത് നമ്മൾ നല്ല സോഫ്റ്റിലൊന്നല്ല കേട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഇത് തൊട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത്ര സോഫ്റ്റ് ഒന്നല്ല, കണ്ടല്ലോ. ഇനി ഇത് നമ്മൾ ഇരുന്ന് കൊണ്ട് തന്നെ നമുക്കൊരു 20 മിനിറ്റോളം വെച്ചാൽ മതി. വേണമെങ്കിൽ ഒരു അരമണിക്കൂർ വെക്കാം. ഞാനൊരു 20 മിനിറ്റൊക്കെ വെക്കണുള്ളൂ. അപ്പോൾ തന്നെ നമുക്കിത് നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഇതിന് ഇവിടെ ഇരിക്കട്ടെ. ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവ് തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ കുഴിഞ്ഞു പോകുന്ന തരത്തിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു 2 പാട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ഉരുള വേണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിതാ ഇതുപോലെ ഒരു പാട്ട് ഇങ്ങനെ നീളത്തിലാക്കിയിട്ട് കത്തി വെച്ചൊന്ന് നമുക്ക് ഒരേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മൾ കത്തി വെച്ചിട്ട് ഇതേപോലെ ഓരോ ഉരുളകളാക്കാൻ വേണ്ടിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം വെച്ചാൽ അങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിന്ന് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കി എടുക്കാം കേട്ടോ. നമുക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം മേൽഭാഗം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ ഒരു ഉരുള തരത്തിൽ ആക്കിയെടുക്കാം. നമ്മളിതിൽ കൂടുതൽ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കണില്ല. വെറുതെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി നിങ്ങൾക്ക് കൂടുതൽ എണ്ണ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് കൂടുതൽ എണ്ണയാകുമ്പോൾ അത്ര ഹെൽത്തി അല്ലല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അതാ നമ്മൾ മറ്റേതും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാതും നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പൊടി ഇട്ടിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണ തേച്ചിട്ട് കുഴൽ വെച്ചിട്ട് ഇങ്ങനെ നീട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ പരന്ന് കിട്ടും കേട്ടോ. ഞാൻ എണ്ണ അത്രയുണ്ട് ഉപയോഗിക്കേണ്ട വെച്ചിട്ട് പൊടി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്.
പൊടി ഉപയോഗിക്കുമ്പോൾ നമുക്കിത് എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആണല്ലോ, അതുകൊണ്ട് നമുക്കിത് എളുപ്പം പരത്തിയെടുക്കാൻ പറ്റും. ആദ്യം ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് കുഴലൊന്ന് ഉരുട്ടി ഉരുട്ടി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അപ്പം പരന്ന് കിട്ടും കേട്ടോ. എത്ര കനം കുറച്ച് പരത്താൻ പറ്റുമോ അത്രയും കനം കുറച്ച് പരത്താം. പൊട്ടിപ്പോവാണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. കണ്ടല്ലോ, അങ്ങനെ ഉരുട്ടി ഉരുട്ടി കൊടുത്താൽ മതി. ഇതുപോലെ ഒരു കുഴലെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് PVC പൈപ്പാണ് കേട്ടോ, അത് വെച്ചിട്ടാണ് ഞാൻ ഇതിങ്ങനെ പരത്തിയെടുക്കണം. ഇതാവുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എണ്ണയൊന്ന് തൂവി കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി, കൂടുതലൊന്നും വേണ്ട. ഒന്ന് എല്ലാ ഭാഗത്തും ആവോളം ഒന്ന് തൂവി കൊടുക്കാം. നമുക്ക് ലെയർ വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ചെയ്താലും നമുക്ക് ലെയർ നല്ലോണം വേറിട്ട് കിട്ടും. കൂടുതലൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിത് കത്തി വെച്ചിട്ട് ലെയറായിട്ട് കീറി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. രണ്ട് തലയും മുറിച്ചെടുക്കണ്ട, നടുവിലിങ്ങനെ കീറിയെടുത്താൽ മതി കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കീറിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒരേപോലെ വേണമെന്നൊന്നുമില്ല, എങ്കിലും നമുക്കിതാ ഇതുപോലെ ഒന്ന് കനം കുറച്ച് നമുക്കൊന്ന് കീറിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നല്ല ലെയറായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ കീറിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ നമുക്ക് ചുരുട്ടിയെടുക്കാം. നമ്മൾ അടിയിൽ പൊടി ഇട്ട് കൊടുത്തോണ്ട് നമുക്കിത് അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ഇനി എണ്ണ തേച്ചിട്ടാണെന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കില്ല. ഈ കണ്ടല്ലോ, ഇതുപോലെയാണ്. ഇനി നമുക്കിതൊന്ന് ചുരുട്ടിയെടുക്കാം. നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ ചുരുട്ടിയെടുക്കണ പോലെ ഇതുപോലെ ഒന്ന് ചുരുട്ടി നടുഭാഗത്തേക്കൊന്ന് വെച്ച് കൊടുക്കാം. തലഭാഗം കണ്ടല്ലോ, ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊന്ന് എണ്ണ തടവി വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഹാർഡായി പോകും. ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് എണ്ണ തടവി എടുത്തിട്ടുണ്ട്. നമ്മൾ ചോറ് ചേർത്തുകൊണ്ട് കൂടുതൽ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ലോണം മയത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ വീണ്ടും അതുപോലെ തന്നെ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ പൊടി ഇട്ടിട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. മൈദപ്പൊടി തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി വെച്ചിട്ടും നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഗോതമ്പ് പൊടി ആകുമ്പോൾ ഇത്രയും നീളത്തിൽ പരന്ന് കിട്ടൂല എന്നുള്ളൂ, എങ്കിലും നല്ല ലെയറായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് എണ്ണയൊന്ന് തൂവി കൊടുക്കാം. ഞാനിത് സൺഫ്ലവർ ഓയിലാണ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണ്ട, അതല്ല സൺഫ്ലവർ ഓയിലോ അതേപോലെ നെയ്യോ ബട്ടറോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ലെയറായിട്ടൊന്ന് കീറിയെടുക്കുക. അപ്പോൾ രണ്ടെണ്ണം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ തരത്തിൽ കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കീറിയെടുക്കുന്നുണ്ട്. രണ്ട് തലയും മുട്ടണ്ട, കീറിയിട്ട് പൊട്ടിപ്പോവണ്ട, ഉള്ളിൽ മാത്രം ഇതുപോലെ ഒന്ന് കീറിയെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും അതേപോലെ ഒന്ന് പൊറോട്ടയ്ക്ക് ചുറ്റിച്ചെടുക്കണ പോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് പാൽപ്പൊടി ചേർത്ത് ഉണ്ടാക്കിയെടുക്കുകൊണ്ട് നമുക്കിത് ചൂടോടുക്കനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും കേട്ടോ. എനിക്കിത് വെറുതെ കഴിക്കാനാണ് ഇഷ്ടം. അതെല്ലാം നിങ്ങൾക്ക് ചിക്കൻ കറിയുടെ ഒപ്പം ഏത് കറിയുടെ ഒപ്പം കഴിക്കാൻ പറ്റും. നമ്മളിതിൽ പാൽപ്പൊടി ചേർത്ത് വെച്ചിട്ട് നല്ല ടേസ്റ്റ് അല്ലാണ്ട് ഒരിക്കലും കറി കൂട്ടുമ്പോഴും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല. നമ്മൾ സാധാ പൊറോട്ടേനെക്കാട്ടിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാതും നമ്മൾ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. വേറൊരു പ്ലേറ്റിൽ കൂടി ഉണ്ട്, അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വീതനൊക്കെ വൃത്തിയാക്കിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേറെ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കണ്ട, ഈ വീതനമ്മ ചേർത്ത് കൊടുക്കാൻ മാത്രം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി കൈ വെച്ച് പരത്താൻ വയ്ക്കാത്തവർക്ക് കുഴൽ വെച്ചിട്ടും പരത്തിയെടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും, കാരണം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അധികം കനം കുറച്ചും കനം കൂടുതലും എടുക്കണ്ട, ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പാന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മളിതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി പാന് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഒന്ന് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്കിത് വെച്ച് കൊടുക്കാം. എണ്ണ തടവണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നോൺ സ്റ്റിക്ക് പാനാണെന്ന് വെച്ചാൽ എണ്ണയൊന്നും തടവാണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് എണ്ണ തടവിയിട്ടും കുറച്ച് എണ്ണ തടവാണ്ടുമാണ് ഉണ്ടാക്കുന്നത്. എണ്ണ തടവി എടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റോടെ കൊടുക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ തന്നെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇത് നല്ലോണം വേവിച്ചെടുക്കണം. മൈദ ആയതുകൊണ്ട് നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മളിത് എന്താണ് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് എളുപ്പത്തിൽ വേവിച്ചെടുക്കരുത്. മൈദ നല്ലോണം വെന്ത് കിട്ടണം. അപ്പോൾ ഇതാ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിത് കുറച്ച് എണ്ണ തടവിയിട്ടും കുറച്ച് എണ്ണ തടവാണ്ടുമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടികൾക്ക് എണ്ണ തടവിയിട്ടും അല്ലാത്തവർക്ക് എണ്ണ തടവാണ്ടും. കണ്ടല്ലോ നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇത് ലെയറായിട്ട് വരും. അതേപോലെ നല്ല സോഫ്റ്റുമാണ്. എത്ര നേരം വെച്ചാലും ഇത് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ രണ്ടാമത്തതും ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട്. ഓരോന്ന് ചുട്ടെടുക്കുമ്പോൾ ഓരോന്ന് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. എല്ലാതും ആദ്യം ഇതുപോലെ വെച്ചെടുത്താൽ മതി. കണ്ടല്ലോ നമ്മൾ അപ്പം നല്ല സോഫ്റ്റാണ്. ഇത് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ തന്നെ മതി. നമ്മൾ ഒന്നും അടിച്ചെടുക്കൊന്നും വേണ്ട. ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടും. കണ്ടല്ലോ നമ്മൾ അത്രയും ലെയറായിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതേപോലെ ഇത് നല്ല സോഫ്റ്റുമാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പാൽ പൊറോട്ടയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പാൽപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. നമ്മൾ പാൽ വെച്ച് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഒന്നുകൂടി പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മൾ പാൽപ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കണ്ടല്ലോ ഇതാ രണ്ടാമത്തത് നമ്മളിതുപോലെ ഇത് ചെറിയ ചൂടുണ്ട്, എന്നാലും ഞാനിതൊന്ന് വെറുതെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ നമ്മളിതുപോലെ ഒന്ന് അമർത്തി എടുക്കുമ്പോൾ തന്നെ നല്ല ലെയറായിട്ട് കിട്ടും. നമുക്കിത് അടിച്ചെടുക്കേണ്ട ആവശ്യം ഒന്നും വരണില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഹൈപ്പ് എന്നതൊന്നും കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ മറ്റതും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കാം. ഇതിന് കറി ഇല്ലാണ്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതല്ല നിങ്ങൾക്ക് കറി വേണമെന്നുണ്ടെങ്കിൽ കറി കൂട്ടിയിട്ടും കഴിക്കാം കേട്ടോ. കണ്ടോ നമ്മൾ നല്ല സോഫ്റ്റാണ്. നമ്മളിങ്ങനെ കൈ കൊണ്ട് വെച്ച് ഇതാക്കുമ്പോൾ തന്നെ നമുക്ക് ലെയറായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.